നോവ കെയ്ൻ, ഡാൻ ബെർഗ്, റോബർട്ട് ഓൾസൺ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത് ജാക്ക് ക്വെയ്ദ്, ആംബർ മിഡ്തണ്ടർ എന്നിവർ പ്രധാന വേഷങ്ങൾ വന്ന ഈ ഇംഗ്ലീഷ് ആക്ഷൻ കോമഡി സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ഇത് നാഥൻ കെയ്ൻ എന്ന ഒരു ബാങ്ക് മാനേജറുടെ കഥയാണ്. പുള്ളിക്കൊരു മെഡിക്കൽ ഡിസോർഡർ ഉണ്ട്. അതെന്താണെന്ന് എല്ലാവർക്കും പോസ്റ്ററിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. വേദന ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് അത്. ഒരു ദിവസം പുള്ളി ചെന്ന് അകപ്പെടുന്ന ഒരു പ്രശ്നത്തിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ഒരു ഫൺ ടു വാച്ച് മൂവിയാണിത്. ഈ സെയിം സംഭവം വെച്ചിട്ട് ഒരു ഹിന്ദി സിനിമ പണ്ട് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റോറി അതിൽ നിന്നും വളരെ ഡിഫറെന്റ് ആണെന്ന് പറയാം. വളരെ ഫാസ്റ്റ് പേസിൽ പറഞ്ഞു പോകുന്ന ഒരു ഡാർക്ക് കോമഡി ആക്ഷൻ പടമാണിത്. ഈ കോമഡി എന്ന് കേട്ടിട്ട് കൊച്ചു പിള്ളേരെ ഒന്നും കാണിക്കരുത്. ആ ഒരു ടൈപ്പ് കോമഡി അല്ല. നിറയെ R-rated വിഷ്വൽസ് ഒക്കെ ഉണ്ട് പടത്തില്. പെയിൻ ഇല്ലാത്ത അവസ്ഥ വെച്ചുകൊണ്ടുള്ള ബ്രൂട്ടൽ എന്നൊക്കെ പറയാവുന്ന കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കോമഡിയാണ് പടത്തിലുള്ളത്. പക്ഷെ ആ സാധ്യത അവര് വളരെ നന്നായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ആ കോമഡിയിലൊക്കെ നന്നായിട്ട് വർക്ക് ആവുകയും ചെയ്തിട്ടുണ്ട്. നായകൻ നേതനായിട്ട് വരുന്നത് ജാക്ക് ക്വെയ്ഡ് ആണ്. നമ്മുടെ ബോയ്സ് സീരീസിൽ അഭിനയിച്ച പുള്ളി. അതുപോലെ കമ്പാനിയൻ സിനിമയിലൊക്കെ ഉള്ള താരമാണ്. മെഗ് റയാന്റെ മകനാണ്. പുള്ളി കിടുവായിരുന്നു ആ റോളില്. ആക്ഷനും കോമഡിയും എല്ലാം നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു പ്രകടനമായിരുന്നു നേതനായിട്ട് പുള്ളി. നായിക ഷെറി ആയിട്ട് വരുന്നത് ആംബർ മിഡ്തണ്ടർ ആണ്. പുള്ളിക്കാരി നൈസായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്കും ക്യാരക്ടർ വളരെ രസകരമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ റോസ്കോ എന്ന ക്യാരക്ടറായിട്ട് വരുന്ന ജേക്കബ് ബെറ്റലനും കൊള്ളാം. അഭിനയിച്ച താരങ്ങളുടെയൊക്കെ പെർഫോമൻസ് നൈസാണ്. ഇതിന്റെ ക്യാമറ, കളർ ടോൺ, എഡിറ്റിംഗ്, പ്രൊഡക്ഷൻ ഡിസൈൻ, സൗണ്ട് ഡിസൈൻ ഒക്കെ മികച്ചതാണ്. നല്ല ക്വാളിറ്റിയുള്ള മേക്കിംഗ് ആണ് പടത്തിനുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും നൈസാണ്. ആക്ഷൻ കൊറിയോഗ്രാഫിയും കിടുവായിരുന്നു. സോ ടെക്നിക്കലി പടം നൈസാണ്. ഇനി നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ലോജിക്കലി നമുക്ക് കുറേയധികം പ്രശ്നങ്ങൾ പടം കാണുമ്പോൾ തോന്നും. പക്ഷെ അത് ഓവർ ആക്കാതെ നമുക്ക് ചിന്തിക്കാൻ ടൈം തരാതെ പടം വേഗം മുമ്പോട്ട് പോകുന്നുമുണ്ട്. പിന്നെ ഒരു ട്വിസ്റ്റ് ഒക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നത് അത്ര അൺഎക്സ്പെക്റ്റഡ് ഒന്നും ആയിരുന്നില്ല എനിക്ക്. ഞാൻ പേഴ്സണലി അത് ഊഹിച്ചായിരുന്നു സംഭവിക്കുന്നത് ഇങ്ങനെ ആയിരിക്കുമെന്ന്. ക്ലൈമാക്സിലും കുറച്ച് കാര്യങ്ങൾ അല്പം ക്ലീഷയൊക്കെ ഫീൽ ചെയ്തായിരുന്നു. അതുപോലെ ഇമോഷണൽ കണക്ഷൻ ആണെങ്കിലും ഒരു വന്ന് പോയി നിൽക്കുന്ന പോലെയാണ് തോന്നിയത്. ആകെ മൊത്തം ടോട്ടലിൽ ഒരു ഡീസന്റ് വൺ ടൈം ഫൺ വാച്ച് എക്സ്പീരിയൻസ് ആയിരിക്കും നോവ കെയ്ൻ. ആക്ഷൻ കോമഡി സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന സിനിമയാണ്. എനിക്ക് എൻജോയബിൾ ആയിരുന്നു പടം എന്ന് തന്നെ പറയാം. പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണാം. 1 മണിക്കൂർ 48 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം. ചില ഡിസ്റ്റർബിംഗ് സീൻസ്, വയലൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഫാമിലി ഓഡിയൻസിന് പറ്റില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.